നമുക്കുണ്ടാകുന്ന തോന്നലുകൾ അത് വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതായത് നല്ല തോന്നലുകളുമുണ്ട്, തെറ്റായ തോന്നലുകളുമുണ്ട്. നന്നായി ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന ദിവസം നമുക്ക് നല്ല തോന്നലുകളുണ്ടാകും. അല്ലാത്ത ദിവസം തെറ്റായ കാര്യങ്ങളാണ് നമ്മുടെ ചിന്തകളിൽ വരും. അതുകൊണ്ട് റോമാലേഖനം 12 നമ്മൾ വായിക്കുന്നു, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം അറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമ്മുടെ മനസ്സിനകത്ത് വരുന്ന തോന്നലുകളെല്ലാം നല്ലതാകണമെന്നില്ല. ദാവീദ് വലിയ അഭിഷിക്തനാണ്, വലിയ രാജാവാണ്. ദാവീദിനെ പോലെ രാജാവില്ല ആ കാലത്ത്, എങ്ങുമില്ല. അത്ര ശക്തനും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനുമായ ദാവീദ് ഒരു ദിവസം ഇസ്രായേലിനെ എണ്ണുവാൻ സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു എന്ന്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദാവീദ് ജീവിച്ചപ്പോൾ അവന് നല്ല തോന്നലുകളുണ്ടായി. അതനുസരിച്ച് ഒരു സൈന്യം ഓരോ സ്ഥലത്ത് പോയി യുദ്ധം ചെയ്തവർ ജയിച്ചു. ഒരു തെറ്റായ തോന്നലുണ്ടായിരുന്നെങ്കിൽ അവൻ പോകുന്ന ആ രാജ്യത്ത് അവൻ മരിച്ചു വീഴുമായിരുന്നു. എല്ലാം ദൈവം അവന് കൊടുക്കുന്ന ഗൈഡൻസിലായിരുന്നു അവൻ പോയത്. എന്നാൽ ഒരു ദിവസം സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു. ബേത്ശേബ എന്ന സ്ത്രീയോട് പാപം ചെയ്യാൻ സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു. ഊരിയാവിനെ കൊല്ലുവാൻ സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചു. അപ്പോൾ സാത്താൻ കൊണ്ടുവരുന്ന തോന്നലുകളെ അതിജീവിക്കാൻ നാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം മെച്ചപ്പെട്ടവരായിരിക്കണം. വേദപുസ്തകത്തിലെ ധ്യാനം, യോശുവയോട് ദൈവം പറഞ്ഞു, നീ തൊടുന്നതൊക്കെ ജയമാകണമെങ്കിൽ, നീ ചിന്തിക്കുന്നതെല്ലാം ജയമാകണമെങ്കിൽ, നല്ല തോന്നലുകളാണല്ലോ നല്ല സ്റ്റെപ്പുകൾ വയ്ക്കുന്നത്, തെറ്റായ തോന്നലുകൾ തെറ്റായ സ്റ്റെപ്പ് വെക്കും. അപ്പോൾ നീ തൊടുന്നതെല്ലാം വിജയമാകണമെങ്കിൽ രാപ്പകൽ എൻ്റെ വചനം ധ്യാനിക്കണം. യോശുവ 1:8. രാപ്പകൽ അത് നിന്റെ വായിൽ തന്നെ ഉണ്ടാകണം. വായിൽ ഉണ്ടാകണമെങ്കിൽ ചിന്തയിൽ അത് ഉണ്ടാകണം. ഹൃദയത്തിൽ സ്റ്റോർ ചെയ്യാത്ത ഒരു കാര്യവും വായിൽ വരില്ല. നമ്മളതിനെ സ്റ്റോർ ചെയ്യണം. എല്ലാ കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ സ്റ്റോർ ചെയ്യണം. നമ്മുടെ വാട്സാപ്പിലും മൊബൈലിൽ വരുന്ന ഫേസ്ബുക്കിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ആകുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാം കട്ട് ചെയ്യണം, നല്ലതുകൊണ്ട് നിറയ്ക്കണം. ജോസഫ് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ പാണ്ഡികശാലയിൽ നിറച്ചു. ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷണങ്ങൾ. അതുകൊണ്ട് ക്ഷാമകാലം വന്നപ്പോൾ അതെല്ലാം എടുത്തു കൊടുക്കാനും തനിക്കും ആ രാജ്യത്തിന് സമ്പന്നരാകാൻ കഴിഞ്ഞു. എന്താ കാരണം? നല്ലത് സ്റ്റോർ ചെയ്തു. ഹൃദയം നിറഞ്ഞ് കവിയണം, അത് വായിൽ വരും. അപ്പോൾ പ്രവൃത്തി, വാ കൊണ്ടുള്ള പ്രവൃത്തികൾ, കൈകൊണ്ട് മാത്രമല്ല പ്രവൃത്തി, വാ കൊണ്ട് നമ്മൾ പറയുന്നത് വലിയ പ്രവൃത്തികളായി മാറും. തെറ്റായൊരു വാക്ക് പറഞ്ഞാൽ അത് കേട്ട ഒരാൾ വന്ന് നമ്മെ തല്ലാൻ വരില്ലേ? അതൊരു പ്രവൃത്തിയല്ലേ? നല്ലത് പറഞ്ഞാലോ അവർ നമ്മളെ ബഹുമാനിക്കും, അതൊരു നല്ല പ്രവൃത്തിയാണ്. അപ്പോൾ വാക്കുകൾ നല്ല പ്രവൃത്തികളെ കൊണ്ടുവരും. അതുകൊണ്ട് നമ്മുടെ തോന്നലുകളെ തോന്നിയതുപോലെ വിടാൻ നമ്മളെ അനുവദിച്ചു കൊടുക്കരുത്. വേദപുസ്തകം വായിക്കുകയും വേദപുസ്തകം കൊണ്ട്, വചനം കൊണ്ട്, നല്ല ശുഭവചനം കൊണ്ട് ഹൃദയം നിറക്കണം. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു എന്ന് 45 സങ്കീർത്തനം പറയുന്നില്ലേ? വചനം കൊണ്ട് സ്റ്റോർ ചെയ്യണം. വീട്ടിലെ ആ പഴയ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നല്ല വചനങ്ങൾ കൊണ്ട് നിറയ്ക്കണം. നമുക്ക് മാറ്റം വരുമ്പോഴാണ് നമ്മുടെ സാഹചര്യങ്ങളെല്ലാം മാറുന്നത്. അതുകൊണ്ട് ഐ വിൽ ചേഞ്ച്, ഐ ക്യാൻ ചേഞ്ച്, ഐ മസ്റ്റ് ചേഞ്ച്. ഞാൻ മാറും, എനിക്ക് മാറുവാൻ കഴിയും, ഞാൻ മാറിയേ തീരും. അതൊരു നമ്മുടെ ഒരു ഉറച്ച തീരുമാനമായിരിക്കും. എനിക്ക് മാറിയേ തീരും. എങ്കിൽ, അല്ലാത്തവർക്ക് ഇതിൻ്റെ ആവശ്യമില്ല, എങ്കിൽ നിങ്ങൾ വേദപുസ്തകം വായിക്കണം. വചനങ്ങൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ എഴുതി പഠിക്കണം.
ബൈബിൾ പഠിക്കണം. പഠിച്ചിട്ട് സകലത് ശോധന ചെയ്തിട്ട് ആവശ്യമുള്ളതെല്ലാം മുറുകെ പിടിക്കണം. അത് നിങ്ങൾക്ക് ജയവും വിടുതലുമായി മാറും. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था। अंधे देखते हैं, लंगड़े चलते हैं, अंधे देखते हैं, लंगड़े चलते हैं। यीशु मसीह के नाम से अंधे देखते हैं, यीशु मसीह के नाम से लंगड़े चलते हैं। आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था। गूंगे बोलते हैं, बहरे सुनते हैं, गूंगे बोलते हैं, बहरे सुनते हैं। यीशु मसीह के नाम से गूंगे बोलते हैं, यीशु मसीह के नाम से बहरे सुनते हैं। आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था। शैतान कामता है, शैतान भागता है, शैतान कामता है, शैतान कामता है। यीशु मसीह के नाम से शैतान कामता है, यीशु मसीह के नाम से शैतान भागता है। आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था, आत्मा मंदिरा था, पवित्र आत्मा मंदिरा था। पेंतेकोस्त के दिन समान आत्मा मंदिरा था, पेंतेकोस्त के दिन समान आत्मा मंदिरा था। യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. യേശുവിന് ഉണ്ടായിരുന്ന മഹത്വം മുഴുവനും യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശു കൈമാറി.
ഇതുപോലെ സ്നേഹിച്ച ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എല്ലാ മഹാന്മാരും അവരുടെ മുഴുവൻ മഹത്വമൊന്നും അവരുടെ ശിഷ്യന്മാർക്ക് കൊടുത്തില്ല. എന്നാൽ യേശു പറഞ്ഞൊരു കാര്യം, ഞാൻ ചെയ്തതിനേക്കാൾ അധികം നിങ്ങൾ ചെയ്യും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം, നിങ്ങൾ മാനിക്കപ്പെടും. ഞാൻ ചെയ്തതിൽ ഉപരി നിങ്ങൾ ചെയ്യും, നിങ്ങൾക്കൊന്നും അസാധ്യമാകില്ല. അതായത് നാം മഹത്വപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, നാം മാനിക്കപ്പെടുക. മഹത്വം എന്ന് പറയുമ്പോൾ ഒരു മാന്യത, ബഹുമാനം. നമ്മിലൂടെ നടക്കുന്ന ദൈവപ്രവർത്തികൾ, നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ നടക്കുന്ന ദൈവപ്രവർത്തികൾ നിമിത്തം നമുക്കുണ്ടാകുന്ന മാന്യത, മഹത്വം. യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ എല്ലാ ഇസ്രായേലും കാണെ മാനിക്കുവാൻ തുടങ്ങും, മഹത്വപ്പെടുത്തുവാൻ തുടങ്ങും. അന്ന് യഹോവ യോശുവയെ എല്ലാവരും കാണെ മഹത്വപ്പെടുത്തി, എല്ലാവരും കാണെ, എല്ലാവരുടെ മുമ്പിൽ മാനിച്ചു. ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ, ഞാൻ അധോഗതി പ്രാപിച്ചു കിടന്നാൽ കർത്താവിന് ഒരു മാന്യതയില്ല. കർത്താവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവൻ്റെ കുഞ്ഞുങ്ങൾ മഹത്വപ്പെടുന്നതാണ്, നമ്മുടെ വീടുകൾ അഭിവൃദ്ധിപ്പെടുന്നത്. ആവർത്തന പുസ്തകം 8:12 പറയുന്നു, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് പാർക്കണം, നിങ്ങൾ ആടുമാടുകൾ പെരുകണം, നിങ്ങളുടെ പൊന്നും വെള്ളിയും വർദ്ധിക്കണം. അബ്രഹാം ഇവയിൽ മഹാസമ്പന്നനായിരുന്നു, ഇസഹാക്ക് ഇവയിൽ മഹാസമ്പന്നനായിരുന്നു, യാക്കോബ് ഇവയിൽ മഹാസമ്പന്നനായിരുന്നു, ജോസഫ് ഇവയിൽ മഹാസമ്പന്നനായിരുന്നു. ഇതെല്ലാം അടുത്ത തലമുറയ്ക്ക് അവർ കൈമാറിക്കൊണ്ടുപോയി. ഇതുപോലെ യേശു തരുന്ന മഹത്വം എല്ലാ നിലയിലും കുറെ പൊന്നും വെള്ളിയും തന്നേച്ചു പോകുന്നതല്ല, കുറെ പണമുണ്ടെങ്കിൽ കാര്യങ്ങൾ നടക്കോ? ഇല്ല. യേശു തരുന്ന മഹത്വം അത് ഏത് സാഹചര്യങ്ങളെയും നമ്മൾ അതിജീവിക്കും, ഏത് പ്രശ്നങ്ങളെയും നമ്മൾ തരണം ചെയ്യും. അതിനുള്ള ശക്തി, അതിനുള്ള വാക്കുകൾ. യോശുവയ്ക്ക് അങ്ങനെ ദൈവം ഒരു മഹത്വം കൊടുത്തു. അവൻ പറയുന്നത് പോലെ നടക്കും. യോശുവ അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അവൻ പ്രാർത്ഥിച്ച ശേഷം പറയുന്നതെല്ലാം സക്സസ് ആണ്. യോർദാൻ എങ്ങനെ കടക്കും? കൊയ്ത്ത് കാലത്ത് യോർദാൻ കവിഞ്ഞൊഴുകുന്നു എന്നാണ് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. എങ്ങനെ അക്കരെ കടക്കും? കൊയ്ത്ത് കാലമാണ്, അന്ന് യോർദാൻ കവിഞ്ഞൊഴുകുകയാണ്. കൊയ്ത്ത് കാലം എന്ന് പറയുമ്പോൾ ഒരു വേനൽക്കാലമാണ്. വേനൽക്കാലത്ത് മഴക്കാലത്തെ പോലെ എങ്ങനെ യോർദാൻ കവിഞ്ഞൊഴുകുന്നു? ഹെർമോന്യ പർവ്വത നിരകളിലെ മഞ്ഞ് വെയിലിൽ ഉരുകിയിട്ട് അത് ഒഴുകി വന്ന് ഇത് ഓവർഫ്ലോ ആകുകയാണ്. എപ്പോഴും കവിഞ്ഞൊഴുകുന്ന ഒരു നദി. എപ്പോൾ നോക്കിയാൽ എങ്ങനെ ഇതിനെ കടക്കും? യോർദാൻ അക്കരെയാണ് കനാൻ, വാഗ്ദത്തം. വാഗ്ദത്തത്തിലേക്ക് കാലുകുത്താൻ കഴിയാതെ ഒരു കവിഞ്ഞൊഴുകി പോകുന്ന യോർദാൻ എങ്ങനെ? യോശുവ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ അവനെ ദൈവം ഐഡിയാസ് കൊടുത്തു. ഒരാളെ ദൈവം എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നതെന്നറിയാമോ? ആ വ്യക്തി മുഖാന്തരമായിരിക്കും സക്സസ് വരുന്നത്. ദൈവം അവരുടെ കയ്യിൽ വിജയം കൊടുക്കും, അവർക്കൊരു വിജയം കൊടുക്കും. അവർക്ക് അതിലൂടെ ജനങ്ങൾ അവരെ മാനിക്കും. അവർ മുഖാന്തരം സക്സസ് വരും, ഉയർച്ചകൾ വരും. അങ്ങനെ ദൈവം ഒരു വ്യക്തിക്ക് മാന്യത കൊടുക്കുകയാണ്, ഉയർച്ച കൊടുക്കുകയാണ്. യോശുവയ്ക്ക് ദൈവം ഐഡിയ കൊടുത്തു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ പെട്ടകം ചുമന്നുകൊണ്ട് ധൈര്യമായിട്ട് യോർദാനിൻ്റെ അരികിൽ ചെന്ന് യോർദാനിലെ വെള്ളത്തിലോട്ട് കാലെടുത്ത് വെക്കണം. പെട്ടകവും ജനവും തമ്മിൽ 200 മുഴം ദൂരത്തിലായിരിക്കണം. ഈ ഐഡിയാസ് ദൈവം യോശുവയ്ക്ക് കൊടുത്തു. അങ്ങനെ പുരോഹിതന്മാർ പോയി കാലെടുത്ത് ജനം കാണെ യോർദാനിലോട്ട് കാലുവെച്ചു. കാലുവെച്ചാൽ ഒഴുക്കിക്കൊണ്ട് പോകുന്ന യോർദാനാണെന്ന് ഓർക്കണം. അവർ കാല് വെക്കും വരെ യോർദാന് മാറ്റമില്ല. കാല് ഉയർത്തിയിട്ടും ഒരു യോർദാന് മാറ്റമില്ല. അവർ നടന്നു പോയിട്ടും യോർദാന് മാറ്റമില്ല.
അവർ പെട്ടകം ചുമന്നെന്ന് കരുതി യോർദാന് മാറ്റമില്ല. എന്നാൽ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരോട് യോശുവ പറഞ്ഞു, നിങ്ങളുടെ തോളിൽ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ പെട്ടകമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്, നാം ദൈവത്തിൻ്റെ പ്രമാണത്തിലാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കാലുവെക്കാം. പുരോഹിതന്മാരുടെ ഉള്ളിലേക്ക് വിശ്വാസം യോശുവ പകർന്നു കൊടുത്തു. അവർ വിശ്വാസത്താൽ ആ യോർദാനിലേക്ക് കാലെടുത്തു വെച്ചു. യോർദാൻ്റെ ഒരു വശത്തെ വെള്ളം ഒഴുകിപ്പോയി, മറ്റേ വശത്ത് ചിറ പോലെ നിന്നു. കാരണം ചരിഞ്ഞൊഴുകുന്ന നദിയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, കുത്തനെ ഹെർമോന്യ പർവ്വത നിരയിൽ നിന്ന് വരുന്ന വെള്ളം ഒരു ചരിവിലൂടെ ഒഴുകിപ്പോകുന്ന, ഒരു ചരിഞ്ഞൊഴുകുന്ന, പർവ്വതങ്ങളിൽ നിന്ന് ചരിഞ്ഞൊഴുകുന്ന വെള്ളം, അത് വേഗത്തിൽ പോകുന്ന നദിയാണ്. അതിൻ്റെ ഒഴുക്ക് നിന്നു. ഒരു വശം ചിറ പോലെ കിലോമീറ്ററുകൾ അങ്ങോട്ട് നിന്നു, മറുവശം ഉണങ്ങിപ്പോയി. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാൻ്റെ നദിയിൽ അവർ ഉറച്ചു നിന്നു. അവിടെ ചെളിയില്ല, സിമെന്റ് തറ പോലെ. ആ നിമിഷം കൊണ്ട് എല്ലാ ചെളിയും ഉണങ്ങിപ്പോയി. അപ്പോൾ ദൈവത്തിന് എന്തും ചെയ്യാൻ കഴിയും. ഒരു നദിയിലെ വെള്ളം വറ്റിയാലും അതിൻ്റെ ചെളി ഉണങ്ങാൻ നാളുകളെടുക്കും. എന്നാൽ ദൈവം അവർക്ക് ഒരു ഉണങ്ങിയ നിലം കൊടുത്തു. ചെങ്കടലിൽ മോശയ്ക്ക് വേണ്ടി ദൈവം ഒരു ഉണങ്ങിയ നിലം കൊടുത്തു. അതിലൂടെ വേണം ഇവരുടെ കാളവണ്ടിയും കുതിരവണ്ടിയും എല്ലാം യാത്ര ചെയ്യാൻ. ഇവരുടെ വീട്ടു സാധനങ്ങളെല്ലാം ഒട്ടകത്തിൻ്റെയും പല മൃഗങ്ങളുടെയും വാഹനങ്ങളുടെ പുറകിലാണ് വെച്ചിരിക്കുന്നത്. മൃഗവാഹനങ്ങൾക്ക് പോകണമെങ്കിൽ വീലുള്ള വാഹനങ്ങളാണ്. അപ്പോൾ അത് ഉരുണ്ടു പോകണമെങ്കിൽ ഉണങ്ങിയ നിലം വേണം, ചെളിയിൽ പുതഞ്ഞു പോകരുത്. ഈ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കാലെടുത്ത് വെക്കലും ഓടാനെ ദിവസങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യം, മാസങ്ങൾ കൊണ്ട് നടക്കേണ്ട കാര്യം, മിനിറ്റുകൾ പോലും എടുത്തില്ല, സെക്കൻഡുകൾ കൊണ്ട് നടന്നു. ഇതാണ് ദൈവ മഹത്വം ചുമക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അല്ലാത്തവർ ഒരു 200 മുഴം പുറകിൽ നിൽക്കണം. അപ്പോൾ എവിടെയും ദൈവ മഹത്വം ചുമക്കുന്നവർ മുന്നിൽ പോയാൽ, യോശുവ പറയുകയാണ്, ദൈവ മഹത്വം ചുമക്കുന്നവർ മുന്നിൽ നിന്നാൽ പുറകെ വരുന്നവർക്കും അതിലൂടെ കയറിപ്പോകാം. മഹത്വം ചുമക്കുന്നവർ മുൻപിലുണ്ടായിരിക്കണം. നിങ്ങളുടെ എല്ലാ വീടുകളിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവ മഹത്വം, ദൈവ കൃപ, ദൈവത്തിൻ്റെ തേജസ്സിൽ നിറഞ്ഞു നിൽക്കുന്നവർ നിങ്ങളുടെ വീട്ടിൽ മുൻപരായിട്ട് നിന്നാൽ ആ വീട് അനുഗ്രഹിക്കപ്പെടും. ബൈബിൾ വായിക്കാത്ത അപ്പൻ, പ്രാർത്ഥിക്കാത്ത അമ്മ ദൈവമഹത്വം ചുമക്കുന്നവരല്ല. ദൈവമഹത്വം ചുമക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അവർക്ക് അതിൻ്റെതായ നന്മകളുണ്ടാകും, അതിൻ്റെതായ അനുഗ്രഹങ്ങളുണ്ടാകും. അവർക്ക് എല്ലാം ദൈവം കൂട്ടിച്ചേർത്ത് കൊടുക്കും. അങ്ങനെ യോശുവ അവരോട് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ യോർദാനിൽ അവസാനത്തെ ആളും കടന്നു പോകും വരെ ഉറച്ചു നിന്നു. യോർദാനിൽ ഉറച്ചു നിന്നു. മണിക്കൂറുകൾ നിൽക്കണമെന്ന് ഓർക്കണം. ഒരു രാജ്യമാണ് പോകുന്നത്. ഏകദേശം 30-32 ലക്ഷം ജനങ്ങളെന്നാണ് കണക്ക്. അവരുടെ മൃഗവാഹനങ്ങൾ, അവരോടുകൂടെ ഇറങ്ങിത്തിരിച്ചവർ, അവരിൽ പ്രായമുള്ളവർ, ഗർഭിണികളായ സ്ത്രീകൾ, അവരുടെ കൂടെയുള്ള മൃഗങ്ങൾ, വാഹനങ്ങൾ എല്ലാം കയറി ഇറങ്ങി അവസാനത്തെ ഒരു വല്യമ്മച്ചിയും കൂടി കയറിക്കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് പുരോഹിതന്മാർ അവിടെ നിന്ന് കരകയറിയത്. അന്ന് യോശുവ 12 കല്ല് അവിടെ നിന്ന് എടുക്കാൻ പറഞ്ഞു. എവിടെ നിന്ന്? യോർദാനിൽ നിന്ന്. എന്താണ്? പുരോഹിതന്മാർ നിന്ന സ്ഥലത്തെ 12 കല്ലുകൾ അവരെടുത്തു. ഇത് ഒരു ഓർമ്മയ്ക്കായിട്ട്. അടുത്ത തലമുറ ചോദിക്കുമ്പോൾ പറയണം, നമ്മുടെ പിതാക്കന്മാർ ഈ വെള്ളത്തിൽ ഉറച്ചു നിന്നു, ദൈവത്തിൻ്റെ മഹത്വത്തോടെ വെളിപ്പെട്ടു, അങ്ങനെ നമ്മൾ അക്കരെ കടന്നു എന്ന് അടുത്ത തലമുറ അറിയണം. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് അടുത്ത തലമുറയെ അറിയണം.
അന്ന് ദൈവം യോശുവയെ എല്ലാവരുടെയും മുമ്പാകെ മഹാനാക്കി. യോശുവയാണോ യോർദാനിൽ നിന്നത്? അല്ല. യോശുവയ്ക്കാണ് ഈ പ്ലാൻ ദൈവം കൊടുത്തത്, ആശയം കൊടുത്തത്. അപ്പം ദൈവത്തിൽ നിന്ന് ഒരാശയം പ്രാപിച്ചെടുക്കുന്ന, ദൈവ ശബ്ദം കേൾക്കുന്ന വ്യക്തിയായിരിക്കും മാനിക്കപ്പെടുന്നത്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർക്ക് മാന്യതയുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ ഇരുന്ന്, അധികാലത്തെ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച യോശുവയ്ക്കാണ് ദൈവം ഈ ജ്ഞാനവും ഈ ആശയങ്ങളും കൊടുത്തത്. അതുകൊണ്ട് മടുക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് മുന്നോട്ട് പോകാനുള്ള പ്രോഗ്രാമുകൾ മുഴുവനും ദൈവത്തോട് പ്രാപിക്കണം. കർത്താവ്, ഇനി എന്ത് ചെയ്യണം? ഞാനത് ചെയ്യണോ ചെയ്യണ്ടയോ? ഞാൻ അങ്ങോട്ട് തിരിയണോ തിരിയണ്ടയോ? ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? ദൈവത്തിന് മഹത്വം വരത്തക്ക രീതിയിൽ, എല്ലാവരും കാണത്തക്ക രീതിയിൽ യോർദാൻ രണ്ടായി മാറി. ഒരു വശത്തെ വെള്ളം ഒഴുകിപ്പോയി, ഒരു വശത്തെ വെള്ളം ചിറ പോലെ ദൂരെ വരെ നിന്നു. ഈ ഒഴുകി വരുന്ന വെള്ളം പോകാതെ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉയർന്നു നിൽക്കുന്ന വെള്ളം ഇങ്ങനെ ഉയർന്നു വലുതാകുമ്പോഴും ജനങ്ങൾ പോവുകയാണ്. അവർക്കാർക്കും പേടിയില്ല. ഈ ഉയർന്നു നിൽക്കുന്ന വെള്ളം പെട്ടെന്ന് താഴോട്ട് വീണാൽ ഈ പുരോഹിതന്മാരും പെട്ടകവും ഒഴുകിപ്പോകും. എന്നാൽ അവർക്ക് പേടിയില്ല. ദൈവം പറഞ്ഞു, യോശുവയോട് പറഞ്ഞു. ഇതാണ് അവരുടെ ധൈര്യം. ഇതുപോലെ ഇന്നും ദൈവത്തിന് മഹത്വമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുക്കും. യോശുവയ്ക്ക് ദൈവം മഹത്വം കൊടുത്തു. ആ കൊടുത്ത മഹത്വമാണ് അവർക്കൊരു വഴി തുറക്കലായത്. ഇത് കേൾക്കുന്ന പലർക്കും ഇതുപോലെ ദൈവം മഹത്വമേറിയ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കും? കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ വേദപുസ്തകത്തെ, ഈ സത്യപുസ്തകത്തെ വിശ്വസിക്കുന്നു. അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയുള്ള അത്ഭുതങ്ങൾ നടക്കാനാണല്ലോ ഈ പുസ്തകം ഞങ്ങളുടെ കയ്യിൽ തന്നത്. യേശുവേ, പിതാവ് അങ്ങേക്ക് തന്നത് മുഴുവനും ഞങ്ങൾക്ക് തന്നല്ലോ. ഞങ്ങൾ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് അങ്ങയുടെ ആഗ്രഹമാണ്. ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ എല്ലാ വീടുകളിൽ നടക്കണം. കടങ്ങളിൽ നിന്ന് അവർ പുറത്തു വരണം. അത്ഭുതകരമായി അവർ പുറത്തു വരണം. രോഗങ്ങളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ അത്ഭുതകരമായി പുറത്തു വരണം. എങ്ങനെ ഇവർ യോർദാൻ കടന്നു, എങ്ങനെ ഇവരുടെ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് ലോകം അറിയട്ടെ. ലോകം മുഴുവനും ഇവരുടെ മേലുള്ള മഹത്വം ഒന്ന് കാണട്ടെ. ഈ കുടുംബങ്ങളുടെ ഉയർച്ചകൾ നടക്കട്ടെ. കേസുകളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. എല്ലാം ഇവർക്ക് അനുകൂലമായി വിധിക്കപ്പെടട്ടെ. ഇവരുടെ വഴികൾ തുറക്കട്ടെ. ഇവരുടെ കുടുംബജീവിതത്തിൽ യൂണിറ്റി ഉണ്ടാകട്ടെ. ഇവരുടെ നഷ്ടങ്ങൾ ലാഭമാകട്ടെ. ഇവർക്ക് പോയതിനേക്കാൾ മേത്തരമായത് സ്വർഗം കരുതി വച്ചിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ കരം നമ്മോട് കൂടി ഇരുന്നാൽ യോശുവയെ പോലെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ മാനിക്കപ്പെടും. വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.